ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് കുറച്ച് പൂക്കളൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മാല കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. പ്രധാനപ്പെട്ട ചില ദിവസങ്ങളിലൊക്കെ ഞാൻ മാല കെട്ടി ഭഗവാന് ചാർത്തുന്ന പതിവുണ്ട്. വ്യാഴാഴ്ച, അതേപോലെ ഷഷ്ഠി ദിവസം, അതേപോലെ പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ടല്ലോ, അതിലൊക്കെ ഞാൻ മാല കെട്ടി ചാർത്താൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് പൂവൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്, വിളക്കൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. രാവിലെ അങ്ങനെ മാല കെട്ടുകയാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ ഓരോ വിശ്വാസങ്ങളാണ്. ചിലർക്ക് ഈശ്വരവിശ്വാസം കാണത്തില്ല, ചിലർക്ക് ഈശ്വരവിശ്വാസം കാണും. ഞാനൊരു ഈശ്വരവിശ്വാസിയാണ്. അങ്ങനെ അന്ധവിശ്വാസമൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ മനസ്സിൻ്റെ ഓരോ വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മൾ കൊച്ചുനാളിലെ ഓരോ പഠിച്ചു വരുന്ന ശീലങ്ങൾ പോലെയും വളരുന്ന ജീവിത സാഹചര്യങ്ങൾ പോലെയൊക്കെ വരും. പിന്നീട് വളരുമ്പോൾ ചിലർക്ക് അതിലൊന്നും വിശ്വാസം ഇല്ലാതെയും വരും. എന്തായാലും അതൊക്കെ കുറച്ച് ഈശ്വരവിശ്വാസമൊക്കെ ഉള്ളത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ അതിലൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരോട് എനിക്കൊരു ഒരു വിഷമവുമില്ല. അവർക്ക് അത് അവരുടെ വിശ്വാസം അവർ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു മാലയൊക്കെ കെട്ടി ഭഗവാന് ചാർത്താനായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇതിലൊന്നും വലിയ ഒരുപാട് ഇപ്പം എൻ്റെ കൂടെ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇത്ര വലിയ ഈശ്വരവിശ്വാസിയായിട്ട് എന്തോ ഗുണം, എന്ത് നേടി എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിലൊന്നും കാര്യമില്ല. നമുക്ക് അങ്ങനെ എന്ത് നേടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നേടാതിരിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. നമ്മുടെ ഒരു മനസ്സിൻ്റെ സന്തോഷം, പോസിറ്റീവ് എനർജി തരുന്ന കാര്യങ്ങൾ അതൊക്കെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഇതിപ്പോൾ മാല കെട്ടി ചാർത്തിയത് കൊണ്ടോ കുറേ അമ്പലങ്ങളിൽ പോയതുകൊണ്ടോ ഒന്നും നേടാനില്ല. അതൊക്കെ ഓരോ മിഥ്യാധാരണകളാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വരുമെന്നുള്ളത് നമുക്ക് അത് അനുഭവിച്ച് തന്നെ തീർക്കാനേ ഉള്ളൂ. അല്ലാതെ ഇതൊക്കെ ചെയ്തതുകൊണ്ട് എനിക്കിതൊന്നും വരത്തില്ലെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തതുകൊണ്ട് നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളെന്നോ അങ്ങനെയൊന്നുമില്ല. ഇപ്പം മീനോ ഇറച്ചിയോ ഒന്നും കൂട്ടാതിരുന്ന ഇങ്ങനെയൊക്കെ നല്ലത് കിട്ടുമെന്നോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിന് സംതൃപ്തി തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നേ ഉള്ളൂ. ചില ആൾക്കാർ പറയും മീനൊക്കെ കൂട്ടിയാൽ ഭയങ്കര ദോഷമാണ്, അത് മീൻ കൂട്ടുന്നവർക്ക് അത് നരകത്തിൽ പോകും. അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഒരു വിശ്വാസത്തിന് പുറത്ത് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മൾക്ക് ഒരു സന്തോഷത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്താലും അത് ഭഗവാൻ സ്വീകരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഇന്ന ആഹാരം കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആഹാരങ്ങൾ കഴിക്കാതിരുന്നത് കൊണ്ടോ അങ്ങനെയൊന്നും ഒരു കാര്യങ്ങളും സാധിച്ചെടുക്കാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. അതൊക്കെ ഓരോ സമയത്ത് നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട പോലെ നടക്കും. പിന്നെ ഇത്ര വലിയ ഈശ്വരഭക്തി ആയിട്ട് എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മനസ്സമാധാനം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എന്താ നേടിയില്ലെന്ന് വെച്ചാൽ നമുക്കിപ്പം ദൈവം സഹായിച്ച 2 കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, കേൾക്കാൻ ശക്തിയുണ്ട്, കാണാൻ കാഴ്ചയ്ക്ക് കുഴപ്പമില്ല. ഇതൊക്കെ തന്നെ ഒരു മഹാഭാഗ്യമല്ലേ. ഇതൊന്നും ഇല്ലാത്ത എത്രയോ ആൾക്കാർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ദൈവം തന്നതെല്ലാം അല്ലെങ്കിൽ ഈ പ്രകൃതി തന്നതെല്ലാം നല്ലതാണെന്ന് മാത്രമേ ചിന്തിക്കാൻ കഴിയുള്ളൂ. ഒന്നും അറിയാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അവരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ ഭാഗ്യം എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ഒരുപാട് അമ്പലങ്ങളിൽ പോയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് വ്രതം എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരുപാട് മാല കെട്ടിയെന്ന് വെച്ചോ അങ്ങനെയൊന്നും നമുക്ക് യാതൊരു കാര്യങ്ങളും സാധിച്ചെടുക്കാനും അങ്ങനെയൊന്നും പറ്റില്ല. പിന്നെ നമ്മുടെ ഒരു മനസ്സിൻ്റെ സന്തോഷം, ഒരു പോസിറ്റീവ് എനർജി, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഈശ്വരവിശ്വാസത്തിനെ കൂട്ടുപിടിക്കുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല. അവരവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അവരവർക്ക് എന്താണ് സന്തോഷം നൽകുന്നത്, അതേ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മനസ്സും ശരീരവും എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കാനും പോസിറ്റീവ് എനർജിയായിട്ടിരിക്കാനും നമ്മൾ തന്നെ ശ്രമിക്കുക. എൻ്റെ ഈ വർത്തമാനങ്ങളൊക്കെ കേട്ട് നിങ്ങൾ ബോറടിച്ച് കാണുമെന്ന് കരുതുന്നു. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോ